Peter, our controller of examination of the Alpha Institute, will lead this session. So I would like to welcome with pleasure Sister Disi to handle this session, and hearty welcome to all the students of Alpha Institute. I wish and pray for all of you a blessed academic year. Pray for us, and let us be united in prayer. Let us work together to the shores of divine wisdom. Have a nice evening and a beautiful session. Thank you and welcome. Thank you, Father Tom, for your warm welcoming. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അതായത് തിയോളജിക്കൽ മെത്തഡോളജി. ഇന്ന് ഈ ആൽഫ ദൈവശാസ്ത്ര കോഴ്സുകളുടെ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് അതായത് MDHന്റെ അല്ലെങ്കിൽ BTH തീസിസ് അല്ലെങ്കിൽ പ്രബന്ധം തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ടും കാണുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് ഒരു തീസിസ് എഴുതുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രബന്ധം നമ്മൾ അവതരിപ്പിക്കുന്നതിന് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ വർഷം ആദ്യമായിട്ട് തിയോളജി കോഴ്സിന് ചേർന്നിരിക്കുന്നവരാണെങ്കിൽ ദൈവശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് ചിലപ്പോൾ കൃത്യമായ ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം MDH ഓർ BTH ചെയ്തു തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ഗ്രാഹ്യം ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ദൈവശാസ്ത്ര കോഴ്സുകളിലെ വിഷയങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരം കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു 2-3 വിഷയങ്ങൾ ഇപ്പം പറയാം. അതായത് നമ്മൾ ദൈവശാസ്ത്രത്തെക്കുറിച്ച് അതിനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്നെങ്കിൽ തിരുസഭയുടെ ചരിത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എക്ലേസിയോളജി, അല്ലെങ്കിൽ തിരുസഭയുടെ ചരിത്രം, ചർച്ച് ഹിസ്റ്ററി, അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനീയം, ക്രിസ്റ്റോളജി, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനം, ട്രിനിറ്റി, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അതായത് മരിയോളജി. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മുടെ കോഴ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു തീസിസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് MDHകാർ പ്രത്യേകമായിട്ട്, കാരണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ബിബ്ലിക്കൽ തിയോളജിയുടെയും മോറൽ തിയോളജിയുടെയും സെക്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിൽ നിന്നും പ്രത്യേകമായിട്ട് ആ ഒരു വിഷയം ചൂസ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് BTHകാരാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവശാസ്ത്ര വിഷയം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും ഈ പഠിപ്പിച്ച വിഷയത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഒരു ടോപ്പിക്ക് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾ എടുത്ത ആ ടോപ്പിക്കിനെ കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ, അല്ലെങ്കിൽ വേണ്ടത്ര നമുക്ക് എഴുതുവാൻ തക്ക വിധം ബുക്സുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ, അതിനുള്ള മെറ്റീരിയൽസ് കിട്ടുമോ എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ തീസിസിന്റെ സ്കീമ തയ്യാറാക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു തീസിസിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണാൻ വേണ്ടി പറ്റും. PDF-ന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. The examples you can see in the book from I hope all you got PDF. Page 49, you can see the last pages, you can see the examples. Then after selecting the topic, you can take the bibliography books. You can search the bibliography books for the topics. ഈ ആവശ്യമായിട്ടുള്ള ബുക്കുകൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ഈ ബുക്സ് വായിച്ച് അതിൽ നിന്നും നമുക്ക് ആവശ്യമായ പോയിന്റുകൾ, നമ്മുടെ തീസിസിന്റെ നമ്മുടെ ടോപ്പിക്കിന് ആവശ്യമായ സബ് ഹെഡിങ്ങുകൾ കിട്ടുവാനുള്ള മാറ്ററുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും MDHന്റെ തീസിസ് എഴുതുമ്പോൾ അതിൻ്റെ സ്കേമയോടൊപ്പം തന്നെ എഴുതാൻ പോകുന്ന ഒരു തീസിസിന്റെ സമ്മറി അല്ലെങ്കിൽ പ്രോജക്റ്റ് കൂടി സമർപ്പിക്കണം. All the MDH students should submit their project with the schema. Then BTH students സ്കേമ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അതിൻ്റെ ഒപ്പം ബിബ്ലിയോഗ്രഫിയും കൂടി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു പ്രോജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്. MDHന്റെ തീസിസിന്റെ പ്രോജക്റ്റ് സമർപ്പിക്കുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റേഴ്സ് ഉൾക്കൊള്ളണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമതായിട്ട് ഈ ദ മാറ്റേഴ്സ് റിഗാർഡിംഗ് MDH പ്രോജക്റ്റ് യു ക്യാൻ സി പേജ് നമ്പർ 49 in your PDF. Then here let us see the points. First one, introduction. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എൻ്റെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് സ്കോപ്പ് ആൻഡ് റെലവൻസ് ഓഫ് ദ സ്റ്റഡി. രണ്ടാമത്തെ പോയിന്റ്, സ്കോപ്പ് ആൻഡ് റെലവൻസ് ഓഫ് ദ സ്റ്റഡി. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വിഷയത്തിൻ്റെ ആനുകാലിക പ്രസക്തി, ദ റെലവൻസ് ഓഫ് ദ തീം അല്ലെങ്കിൽ ദ റെലവൻസ് ഓഫ് ദ സ്റ്റഡി. മൂന്നാമത്തെ തേർഡ് പോയിന്റ്, ഹിസ്റ്ററി ഓഫ് സ്റ്റഡി. ഹിസ്റ്ററി ഓഫ് സ്റ്റഡി അതായത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് നേരത്തെ ആരൊക്കെയാണ് ഈ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എത്രമാത്രം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കണ്ടെത്തലുകളാണ് ഹിസ്റ്ററി ഓഫ് ദ സ്റ്റഡിയിൽ അവിടെ വിശദീകരിക്കേണ്ടത്. Those who are attending from English class, you can see the examples regarding to MDH project that in the back side of the PDF notes. You can follow that one. That will be easy for you. Then fourth point, the methodology. Methodology അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ടോപ്പിക്ക് ഏത് വിധത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഡിഫറെൻറ്റ് മെത്തഡോളജി യു ക്യാൻ സീ ഫ്രം പേജ് നമ്പർ 7. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തഡോളജി. ഇവിടെ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ബിബ്ലിക്കൽ തിയോളജിയിലാണ് ഒരു പ്രബന്ധം എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു മെത്തേഡ് മാത്രം ഞാൻ പറയുകയാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവശാസ്ത്ര രീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന വ്യക്തികൾ ഉണ്ടാകാം. ഇനി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മെത്തേഡിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഇത് ഏതെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടാകാം. ഈ മെത്തഡോളജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പേജ് നമ്പർ 7 പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഓഫ് ദ സ്റ്റഡിയാണ്. പ്രോഗ്രാം ഓഫ് ദ സ്റ്റഡി. പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് ഡിവിഷൻ ആൻഡ് കണ്ടന്റ് ഓഫ് ദ സ്റ്റഡി. ഓരോ അധ്യായത്തിലും എന്താണ് വിശദമാക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം. പ്രോഗ്രാം ഓഫ് ദ സ്റ്റഡി, ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് ദെയർ ദ ഡിവിഷൻ ആൻഡ് കണ്ടന്റ് ഓഫ് ദ സ്റ്റഡി. വി ക്യാൻ റൈറ്റ് ദ ഈച്ച് ചാപ്റ്റർ ആൻഡ് വാട്ട് ഈസ് ദ മാറ്റർ ഇൻക്ലൂഡ് each chapter. Then the sixth point is the limitations. നമ്മൾ ഒരു തീസിസ് അല്ലെങ്കിൽ ഒരു പ്രബന്ധം എഴുതുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ എഴുതുന്ന ഒരു കാര്യത്തിന്. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർജിക്കൽ തിയോളജിയോട് അനുബന്ധപ്പെടുത്തി ഒരു തീസിസ് നമ്മൾ എഴുതുവാണെങ്കിൽ അതിൽ ഒന്നെങ്കിൽ ഒരു സീറോ മലബാർ ചർച്ചിന് അല്ലെങ്കിൽ ലാറ്റിൻ റൈറ്റ് ചർച്ചിനെ കുറിച്ചുള്ള ഒരു ലിറ്റർജിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് അതിൻ്റെ പ്രാർത്ഥനകളെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ടും പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ ഭാഗം നമുക്ക്
അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ ഓരോ വിഷയത്തിനും അല്ലെങ്കിൽ ഒരു ടോപ്പിക് തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നതിന്. ആ ലിമിറ്റേഷൻസ് എന്താണെന്ന് 6ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തണം. 7th പോയിന്റ് ഡീറ്റെയിൽഡ് സ്കീമയാണ്. അതായത് ഓൾമോസ്റ്റ് ഫോർ MDH സ്റ്റുഡൻസ് they should write 5 or 6 chapters. Then these detailed schema means the chapter, you can divide the chapter and heading, then subheadings also. ഓരോ ചാപ്റ്ററുകളും അതിൻ്റെ ഹെഡിങ്സും അതിൻ്റെ സബ് ഹെഡിങ്സും എഴുതി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്കീമയും കൂടി ഈ എന്താണ് ഇതിനോടൊപ്പം ചേർത്തിരിക്കണം. പിന്നെ അതിന് അവസാന ഭാഗത്തായിട്ട് ബിബ്ലിയോഗ്രഫിയും ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ പ്രധാനമായിട്ടും 8 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു MDH തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, MDH തീസിസിന്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ അത് PDF-ൽ കിട്ടിയിട്ടുണ്ടോ ഒരിക്കൽ കൂടി പറയാം. 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. 2nd പോയിന്റ് സ്കോപ്പ് ആൻഡ് റെലവൻസ് ഓഫ് ദ സ്റ്റഡി. 3rd പോയിന്റ് ഹിസ്റ്ററി ഓഫ് സ്റ്റഡി. 4th point the methodology. 5th point program of the study, that is division and content of the study. Then 6th point limitations. 7th one detailed schema. 8th one bibliography. ഇത്രയും കാര്യങ്ങളാണ് MDHന്റെ സ്കീമ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം BTHന്റെ ഒരു സ്കീമ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആകെ ഈ ചാപ്റ്റേഴ്സും അറ്റ്ലീസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ചാപ്റ്റേഴ്സിനോടൊപ്പം ബിബ്ലിയോഗ്രഫിയും അയക്കേണ്ടതാണ്. MDH പ്രോജക്റ്റിന്റെ ടോട്ടൽ പേജ് എന്ന് പറയുന്നത് 15 പേജസ് ആണ്. ടോട്ടൽ 15 പേജസ് ആണ് MDH പ്രോഗ്രാമിന് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്. അത് ഇമെയിൽ വഴി സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. You can send through email the MDH project. Also BTH schema also you can send through mail. BTHന്റെ സ്കീമയിൽ ബിബ്ലിയോഗ്രഫിയും സ്കീമയും കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ BTHകാർക്ക് BTHകാർക്ക് പ്രബന്ധം തീസിസ് എഴുതാൻ വേണ്ടി തുടങ്ങാവുന്നതാണ്. അതേസമയം MDH ചെയ്യുന്നവർ ഇവിടെ തരുന്നതിന് മുൻപ് തന്നെ ഒരു മോഡറേറ്ററിനെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അല്ലാതെ പരിചയമുള്ളവർ അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് സഹായം തേടാൻ പറ്റുന്നവരെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ശേഷം വിഷയം കണ്ടെത്തി ആൽഫയിലേക്ക് പ്രോജക്റ്റ് സമർപ്പിച്ച് മോഡറേറ്ററുടെ പേരും മോഡറേറ്ററുടെ അടുത്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. Those who are doing MDH course, you can find your moderator for yourself and then kindly inform them into Alpha Institute, and then you can select the topic and send it to and you can send the mail, send through mail the project 15 pages. Then പിന്നെ ഇവിടെ ഈ 2 സ്കീമകളും ഇവിടുന്ന് അപ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, അതായത് BTHന്റെ തീസിസ് പ്രിന്റ് ചെയ്യണമെന്ന് അല്ല ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. BTHന്റെ തീസിസ് നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടും സമർപ്പിക്കാവുന്നതാണ്. MDHന്റേത് പ്രിന്റഡ് കോപ്പി തന്നെ സമർപ്പിക്കണം. BTH തീസിസ് ഒരു കോപ്പി വെച്ചാൽ മതി. MDH thesis 2 copies. You have to submit 2 copies. Then the page limit we can see for MDH, the pages for the thesis should be between 80 and 100. Between 80 and 100, you can write only one side. Then BTH
ബിറ്റ്വീൻ 50 ആൻഡ് 80. BTH കോഴ്സിന് 50-നും 80-നും ഇടയ്ക്ക് പേജുകൾ മതിയാകും. പിന്നെ ഇതിൻ്റെ ഈ രണ്ട് തീസിസിൻ്റെയും ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൽഫയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൽഫയുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ഈ പിന്നെ തീസിസിൻ്റെ ഫ്രണ്ട് പേജസും അസൈൻമെൻറ്റ്സിൻ്റെയും ഫ്രണ്ട് പേജുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ എന്താണ് ഈ BTH തീസിസിൻ്റെ ഫ്രണ്ട് പേജ് അതിൽ മോഡറേറ്ററിൻ്റെ പേര് വെക്കണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു കീപ് ദ നെയിം ഓഫ് മോഡറേറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ BTH തീസിസ്. ദെൻ MDH തീസിസിൻ്റെതിന് അത് അങ്ങനെ തന്നെ മോഡറേറ്ററിൻ്റെ അടക്കം വെക്കണം. അതിൻ്റെ മോഡൽ എവിടെ സൈറ്റിലുണ്ട്. അടുത്തത് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, അസൈൻമെൻ്റ് ആണെങ്കിലും തീസിസ് ആണെങ്കിലും നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ട്, അത് വേറെ ഒന്നും അതിലെ കളറുകൾ കൊണ്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കളറില്ലാതെ സാധാരണ സിമ്പിളായിട്ട് വെക്കുക എന്നുള്ളതാണ്. അതിൽ എന്താണ് പിക്ചേഴ്സ് ഒന്നും വരയ്ക്കേണ്ട. അങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പേപ്പറായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ടോട്ടൽ പേജ് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അതായത് MDHന് 80-നും 100-നും ഇടയ്ക്ക്, ബിറ്റ്വീൻ 80 ആൻഡ് 100. BTHന് 50-നും 80-നും ഇടയ്ക്ക്, ബിറ്റ്വീൻ 50 ആൻഡ് 80 പേജസ് ആണ് തീസിസിന് വേണ്ടത്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ തീസിസ് എഴുതുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞ് എങ്ങനെയാണ് അതിൻ്റെ പേജ് സെറ്റപ്പ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. അത് നിങ്ങളുടെ പുസ്തകത്തിൽ അല്ല PDF നോട്ടിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. Then you can see about the margins, how we can write the thesis, that you can see in English and Malayalam in your PDF notebook. അതായത് നമുക്ക് നോക്കാം ഇതിൻ്റെ മാർജിൻ പ്രകാരമാണെന്നുള്ളത്. അതാണ് എല്ലാവർക്കും സംശയം വരുന്ന കാര്യങ്ങളാണ്. എത്രമാത്രം മാർജിൻ ഇടണം, അല്ലെങ്കിൽ എത്രമാത്രം വലുപ്പത്തിലാണ് എഴുതേണ്ടത്, എന്തുമാത്രം സ്പേസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംശയങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ മാർജിൻ എന്ന് പറയുന്നത് ഇടതുവശത്തും മുകളിലും, അതായത് ലെഫ്റ്റ് ആൻഡ് ടോപ്പ് 3 സെന്റിമീറ്റർ ആണ്. ലെഫ്റ്റ് ആൻഡ് ടോപ്പ് 3 സെന്റിമീറ്റർ ഓർ 1.25 ഇഞ്ചസ്. ദെൻ റൈറ്റ് ആൻഡ് ബോട്ടം 2.5 സെന്റിമീറ്റർ ഓർ 1 ഇഞ്ച്. ഇതാണ് മാർജിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എഴുതുന്ന അക്ഷരങ്ങളുടെ വലിപ്പം, അല്ലെങ്കിൽ ഫോണ്ട് സൈസ് 12 ആണ് എപ്പോഴും. ഫോണ്ട് സൈസ് 12. ലൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ 1.5. നമ്മൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്കുള്ള പേജിലെ ലൈനുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് 1.5. അതേസമയം നമ്മൾ ബിബ്ലിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ ബിബ്ലിയോഗ്രഫിയുടെ ഫോണ്ട് സൈസ് 10 ആണ്. ബിബ്ലിയോഗ്രഫി ഫോണ്ട് സൈസ് 10, ലൈൻ സ്പേസ് 1. ഫോണ്ട് സൈസ് 10 ആൻഡ് ലൈൻ സ്പേസ് 1. പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഓരോ അധ്യായത്തിനും ബിബ്ലിയോഗ്രഫി എഴുതുമ്പോൾ ബിബ്ലിയോഗ്രഫി ഓരോ അധ്യായത്തിനും സെപ്പറേറ്റ് ആണ്. ഈച്ച് ചാപ്റ്റർ ഷുഡ് ഹാവ് സെപ്പറേറ്റ് ബിബ്ലിയോഗ്രഫി. ദാറ്റ് മീൻസ് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം 1. അതായത് ഓരോ അധ്യായത്തിലെയും ഒന്നാമത്തെ തുടങ്ങി രണ്ടാം അധ്യായത്തിലെ ബിബ്ലിയോഗ്രഫി ആണെങ്കിലും അത് കണ്ടിന്യൂവേഷൻ അല്ല, അതിൽ 1 എന്ന് നമ്പർ ചെയ്യണം. 1 അങ്ങനെയാണ് തുടങ്ങുന്നത്. ഓരോ അധ്യായത്തിനും സെപ്പറേറ്റ് ബിബ്ലിയോഗ്രഫിയാണ്. ഫുട് നോട്ട് ഓരോ അധ്യായത്തിനും സെപ്പറേറ്റ് ഫുട് നോട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ഫുട് നോട്ടും ബിബ്ലിയോഗ്രഫിയും എഴുതുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഫുട് നോട്ട് എഴുതുമ്പോൾ ഫുട് നോട്ടിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഓഥറിൻ്റെ പേര് എഴുതുന്നു, പിന്നെ ബുക്കിൻ്റെ പേര്, അത് കഴിഞ്ഞ് ബ്രാക്കറ്റിലാണ് സ്ഥലം, പിന്നെ പബ്ലിക്കേഷൻ, വർഷം, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പേജ് നമ്പറാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ മെത്തഡോളജി എഴുതുന്ന രീതികളുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്ന
ആൽഫയിൽ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി, ഫുട് നോട്ട് എങ്ങനെയാണ് എഴുതുന്നത് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF ലുള്ളത്. അപ്പോൾ ഇത് ഓരോ തീസിസ് എഴുതുമ്പോൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് ഒരു ഉദാഹരണം പറയാം. ബുക്സ് ആണ് എഴുതുന്നതെങ്കിൽ അതിന്റെ ഫുട് നോട്ടിൽ ഉദാഹരണമായിട്ട് ഗ്രിഗറി RB എന്ന ഓതർ, ആ ഓതർ കഴിഞ്ഞിട്ട് പിന്നെ ബുക്സിന്റെ പേര് എഴുതി. ആ ബുക്സിന്റെ പേര് ഇറ്റാലിയൻ ആണ്, ദ ബ്യൂട്ടി ഓഫ് കമ്മ്യൂണിയൻ, ഇറ്റാലിയൻസിൽ എഴുതണം. ബുക്സിന്റെ പേര് ഇറ്റാലിയൻസിൽ, പിന്നെ ബ്രാക്കറ്റിലാണ് സ്ഥലപ്പേര്, പ്ലേസ് നെയിം ഇന്ത്യ, ദെൻ ഏഷ്യൻ ട്രേഡിംഗ് കോർപ്പറേഷൻ, കോമ, ഇയർ കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കോമയുണ്ട്, അത് കഴിഞ്ഞാണ് പേജ് നമ്പർ, പിന്നെ ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ഇങ്ങനെയാണ് ഉദാഹരണം എഴുതുന്നത്. ഈ പ്ലേസ് നെയിം കഴിഞ്ഞിട്ട് ഒരു സെമികോളൻ ഉണ്ട്, ബ്രാക്കറ്റിലെ പ്ലേസ് നെയിം സെമികോളൻ ദെൻ പബ്ലിക്കേഷൻ. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF കൃത്യമായിട്ടും ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ ബുക്ക് തന്നെ, ഈ ഫുട് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ബുക്ക് നമ്മൾ ബിബ്ലിയോഗ്രഫിയിലേക്ക് പോകുമ്പോൾ അവിടെ ആദ്യം ഈ ഓതറിന്റെ പേര് നമ്മൾ ഫസ്റ്റ് നെയിം ആയിട്ട് സെക്കൻഡ് നെയിം ഉണ്ട് ഓതറിന്, അതിലെ സെക്കൻഡ് നെയിം ഫസ്റ്റ് ആയിട്ട് എഴുതും, ഫസ്റ്റ് നെയിം സെക്കൻഡ് ആയിട്ട് എഴുതും. അങ്ങനെയാണ് ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ എഴുതേണ്ടത്. ഉദാഹരണത്തിന് ഗ്രിഗറി RB എന്നുള്ള പേര് RB ഗ്രിഗറി എന്നായിരിക്കും ബിബ്ലിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരേ ഓതറിന്റെ ഈ എഴുതിയ പുസ്തകം, നമ്മൾ എഴുതിയ ആ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് അടുത്ത ഫുട് നോട്ടും വരുന്നത് എങ്കിൽ ഒരേ പേജിലാണെങ്കിൽ അവിടെ ഇബിഡ് എന്ന് എഴുതിയിട്ട് പേജ് നമ്പർ കൊടുത്താൽ മതിയായിരിക്കും. ഇഫ് യു ആർ റൈറ്റിംഗ് സെയിം ഓതേഴ്സ് ബുക്ക്, ഇഫ് യു ആർ ടേക്കിംഗ് മാറ്റേഴ്സ് ഫ്രം സെയിം ബുക്ക് ഇൻ ദ സെയിം പേജ്, യു ക്യാൻ റൈറ്റ് ഇബിഡ് പേജ് നമ്പർ. ഇനി ഈ ഓതറിൻ്റെത് വേറെ ഒരു പേജിലേക്ക് വന്നിട്ടാണ് ഈ ബുക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഈ ഓതറിന്റെ പേരും ബുക്കിന്റെ പേരും മാത്രം എഴുതിയിട്ട് പേജ് നമ്പർ കൊടുത്താൽ മതിയായിരിക്കും. ഇഫ് യു ആർ റൈറ്റിംഗ് ദ സെയിം ബുക്ക് വിത്ത് സെയിം ഓതർ ഇൻ അനദർ പേജ്, യു ക്യാൻ റൈറ്റ് ഓതേഴ്സ് നെയിം ആൻഡ് ബുക്ക് നെയിം ദെൻ പേജ് നമ്പർ. നോ നീഡ് ടു റൈറ്റ് ഓൾ ദ മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ ബുക്ക് ഓർ റിഗാർഡിംഗ് ദ ബുക്ക്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ നമ്മൾ ബുക്സിനെ കുറിച്ചാണ്, ബുക്കിനെ എഴുതുന്നതിനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി പല ബുക്കുണ്ട്, സീരീസ് ഉണ്ട്, പിന്നെ ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്, ജേണലിൽ നിന്ന് ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്, പിന്നെ കമന്ററികൾ, ഡിക്ഷണറീസ്, എൻസൈക്ലോപീഡിയ, പിന്നെ ഓൺലൈൻ മാറ്റേഴ്സ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സോഴ്സുകൾ നമ്മൾ തീസിസ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏത് സോഴ്സിൽ നിന്നാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഫുട് നോട്ടിലും വ്യത്യാസമുണ്ടായിരിക്കും. എല്ലാ സോഴ്സിലും എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ PDF നോട്ടിൽ ഉണ്ട്. ദെൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ ഒരു ജേണലിൽ നിന്ന് ഒരു ആർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ബുക്കിന്റെ ആദ്യം നമ്മൾ ആ ആർട്ടിക്കിൾ എഴുതിയ ഓതറിന്റെ പേര്, ഫസ്റ്റ് വി ഷുഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ ഓതർ, ദെൻ ആർട്ടിക്കിൾ ഏതാന്ന് എഴുതുക. ആർട്ടിക്കിൾ എഴുതുമ്പോൾ അത് ഇൻവേർട്ടഡ് കോമയിലാണ് ആർട്ടിക്കിൾ എഴുതേണ്ടത്. ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ ജേണലിന്റെ പേര് എഴുതേണ്ടത്. ജേണൽ എഴുതുക. ആ ജേണൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് എത്രാമത്തെ വോളിയം ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എത്രാമത്തെ വോളിയമാണ്. അതിൻ്റെ ചില ബുക്കുകൾക്ക് വോളിയം ഉണ്ടെങ്കിലും അതിൽ നമ്പറും കൂടെ കാണും. അപ്പോൾ ആ നമ്പറും കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും. ഉദാഹരണം പറയാം. ഇപ്പം ഒരു ജ്യോതിർധാര എന്നുള്ള ഒരു ജേണലാണ്. അതിൽ നിന്ന് ഒരു ആർട്ടിക്കിൾ എടുത്തു. ദ ഹോളി യൂക്കറിസ്റ്റ് സെലിബ്രേറ്റിംഗ് ആൻഡ് ലിവിങ് എന്ന ആർട്ടിക്കിളാണ്. ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുട് നോട്ടിൽ ആദ്യം നമ്മൾ ഓതറിന്റെ പേരെഴുതി കോമ ഇടുന്നു. വീണ്ടും ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത്, അതായത് ഹോളി യൂക്കറിസ്റ്റ് സെലിബ്രേറ്റിംഗ് ആൻഡ് ലിവിങ് എന്നുള്ള ആർട്ടിക്കിളിന്റെ പേര് നമ്മൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഇടുന്നു. അത് കഴിഞ്ഞ് കോമ ജ്യോതിർധാര മൂന്നാമത്തെ തേർഡ് വോളിയമാണ്, അതുകൊണ്ട് ജ്യോതിർധാര 3. ദെൻ അത് രണ്ടാമത്തെ നമ്പർ ആയതുകൊണ്ട് കോമ നമ്പർ 2 എഴുതുന്നു.
ദെൻ ഇയർ ബ്രാക്കറ്റിലാണ് 2001. ദെൻ ക്ലോസ് ചെയ്തു, സെമികോളൻ, പേജ്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ആർട്ടിക്കിളിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ ഫുട് നോട്ടിൽ എടുക്കുന്ന ആ പേജ് മാത്രം എഴുതിയാൽ മതിയാവും. പക്ഷേ അത് ബിബ്ലിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ വി ഷുഡ് റൈറ്റ് ഫുൾ പേജസ്. അതായത് ഉദാഹരണം, ഫുട് നോട്ടിൽ ആകെ 55-ാമത്തെ പേജിലെ മാത്രമേ എടുത്തിട്ടുള്ളെങ്കിൽ ബിബ്ലിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ ആ ആർട്ടിക്കിള് 53 തൊട്ട് 61 വരെയുള്ള പേജിലാണ് ഉള്ളത്. അതുകൊണ്ട് ബിബ്ലിയോഗ്രഫിയിൽ നമുക്ക് ഈ 53 തൊട്ട് 61 വരെ എന്നുള്ള പേജ് ഫുൾ പേജസ് കാണിച്ചിരിക്കണം. പിന്നെ നമ്മൾ ചർച്ച് ഡോക്യുമെന്റ്സ് ഉദാഹരണം കൂടെ പറയാം. ചർച്ച് ഡോക്യുമെന്റ്സിൻ്റെത് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ വത്തിക്കാൻ കൗൺസിൽ സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ വത്തിക്കാൻ കൗൺസിൽ സെക്കൻഡിൻ്റെ അതിനകത്ത് ഫുട് നോട്ടിൽ എഴുതുമ്പോൾ നമ്മൾ അത് ഏത് ട്രാൻസ്ലേറ്റർ ആണെന്നുള്ളത്, അത് മിക്കവാറും ഓസ്റ്റിൻ ഫ്ലാനറിയാണ് ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓസ്റ്റിൻ ഫ്ലാനറി എന്നുള്ള ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് നമുക്ക് കൊടുക്കാം. അതിന് എഴുതേണ്ട വിധം, ചർച്ച് ഡോക്യുമെന്റ്സ് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വത്തിക്കാൻ കൗൺസിൽ സെക്കൻഡ്, പിന്നെ വത്തിക്കാൻ കൗൺസിൽ സെക്കൻഡിലെ ഏത് ഡോക്യുമെന്റ് ആണെന്നുള്ളത് എഴുതണം. അത് ഇൻവേർട്ടഡ് കോമയിൽ ഇടുക. ഉദാഹരണമായിട്ട് തിരുസഭ അല്ലെങ്കിൽ ലൂമൻ ജെൻസിയം എന്നുള്ളതാണെങ്കിൽ ഇൻവേർട്ടഡ് കോമയിൽ ഇടുക. പിന്നെ കോമ, ഓസ്റ്റിൻ ഫ്ലാനറി എഡിറ്റർ ആണ്, എഡിറ്റർ ഓസ്റ്റിൻ ഫ്ലാനറി ആയതുകൊണ്ട് ഓസ്റ്റിൻ ഫ്ലാനറി എന്നുള്ള പേര് കൊടുത്തു. ബ്രാക്കറ്റിൽ ED എഡിറ്റർ ED എന്ന് എഴുതി, ഒരു ഫുൾ സ്റ്റോപ്പ്, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ദെൻ കോമ. അത് കഴിഞ്ഞിട്ട് ഇത് കൗൺസിലിയർ ആൻഡ് പോസ്റ്റ് കൗൺസിലിയർ ഡോക്യുമെന്റ്സ് എന്നും കൂടെ അതിൻ്റെ പറയണം. അത് വത്തിക്കാൻ കൗൺസിൽ സെക്കൻഡിൻ്റെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ സ്ഥലവും പബ്ലിഷിംഗ് പ്ലേസും ഇയറും വർഷവും. ഈ കാര്യങ്ങളെല്ലാം എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ PDF നോട്ട്സിൽ ഉണ്ട്. പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അത് ഇവിടുന്ന് പറഞ്ഞു തന്നോളാം. വീണ്ടും, ഇഫ് യു ഹാവ് എനി ഡൗട്ട് അറ്റ് എനി ടൈം യു ക്യാൻ കോൾ ടു ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. വി ഷാൽ ഹെൽപ്പ് ടു റൈറ്റ് ദ ടു മേക്ക് ക്ലിയർ. ദെൻ അടുത്തതായിട്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, അതായത് നമ്മൾ ഈ ഫുട് നോട്ടും ബിബ്ലിയോഗ്രഫി എഴുതുമ്പോൾ ബുക്സിന്റെ പേര് ഇറ്റാലിക്സിൽ എഴുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യുന്നവർക്ക് ഇറ്റാലിക്സിൽ എഴുതാൻ പറ്റാത്തത് കൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ബുക്സിന്റെ പേരിന്റെ അടിയിൽ, അതായത് ഓരോ ബുക്കിന്റെ പേരിനടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഇറ്റാലിക്സിൽ എഴുതുന്നതിന് പകരം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനിയുള്ളത് ഓരോ അസൈൻമെന്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് ഓരോ സെമസ്റ്ററിലും ഓരോ അസൈൻമെന്റ്സ് ഉണ്ട്. ഓരോ സെമസ്റ്ററിലെ അസൈൻമെന്റ്സ് അതിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങളുടെ സിലബസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സിലബസ് എല്ലാവർക്കും പുസ്തകത്തിനോടൊപ്പം തന്നെ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ അസൈൻമെന്റ്സിന് ലഭിച്ചിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് പറയാനുള്ളത്, അസൈൻമെന്റ്സിന്റെ പേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 10 and 15 ആണ്. 10നും 15നും ഇടയ്ക്കുള്ള പേജുകളാണ് അസൈൻമെന്റ്സ് എഴുതേണ്ടത്. അത് വൺ സൈഡ് എഴുതിയാൽ മതിയാകും. അപ്പം ഈ അസൈൻമെന്റ്സിന്റെ ഫ്രണ്ട് പേജും എവിടെയാണ് നമുക്ക് ഡൗൺലോഡ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ആൽഫയുടെ സൈറ്റിലെ ഡൗൺലോഡ്സിൽ അസൈൻമെന്റ്സിന്റെ ഫ്രണ്ട് പേജ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. യു ക്യാൻ ഡൗൺലോഡ് ദ ഫ്രണ്ട് പേജ് ഓഫ് അസൈൻമെന്റ്സ് ഓൾസോ ഫ്രം ആൽഫാസ് വെബ്സൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഒരു തീസിസ് എഴുതുന്നതിനെ കുറിച്ചും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്. പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിലും തിയോളജിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അത് ഇന്റേണൽ മാർക്കാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്റേണൽ മാർക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നറിയാൻ വേണ്ടിയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞത്. അതായത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ 60 മാർക്കും പിന്നെ പരീക്ഷകളുടെ ഒരു 10 മാർക്ക്, അതാത് സമയങ്ങളിൽ കൃത്യസമയങ്ങളിൽ എക്സാം ചെയ്യുന്നതിന്റെ 10 മാർക്ക്, അതാണ് 70 മാർക്ക്. അങ്ങനെ പിന്നെ
ഉള്ളത് 30 മാർക്കാണ്. ഈ 30 മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളുകൾ എഴുതുവോ, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെമിനാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് പ്രത്യേകമായിട്ട് എടുക്കുകയോ അറ്റൻഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ടുള്ളത് ആൽഫയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുവാണെങ്കിൽ അതിന് കൂടുതൽ മാർക്കുകൾ ഉണ്ടായിരിക്കും. അതായത് തിയോളജിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മാർക്സ് ഫോർ അറ്റൻഡൻസ്, 10 മാർക്സ് ഫോർ ദ അറ്റൻഡിങ് എക്സാം ദ കറക്റ്റ് ടൈം, then you can take 30 marks if you are writing articles or publishing articles in any journals, or you are taking classes or conducting seminar or attending any special classes. Then you can give a proof to Alpha Institute. Then we will give the internal mark for that also. Like that 100 marks you can score. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, അതായത് നമ്മുടെ തീസിസിൻ്റെ സ്കേമ വെക്കുന്ന സമയത്തെക്കുറിച്ചാണ്. അതായത് MDHൻ്റെ ആണെങ്കിലും BTHൻ്റെ ആണെങ്കിലും ഇനിയുള്ള അടുത്ത ഫൈനൽ ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബർ നവംബറിലാണ് നിങ്ങളുടെ സ്കേമ ഇവിടെ സമർപ്പിക്കേണ്ടത്. അതായത് യു ക്യാൻ സെൻഡ് യുവർ സ്കേമ ടു ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് in the month of October or November, all the final year students, those who are doing BTH or MDH. ഇവിടെ അതിനു മുമ്പ് ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് എന്താണ് ഒരുങ്ങേണ്ടതെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരുങ്ങി ഈ ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴത്തേനും കൃത്യമായിട്ട് തന്നെ എന്താണ് ഇതിൻ്റെ സ്കേമ അല്ലെങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. തിയോളജിക്കൽ മെത്തഡോളജിയുടെ ഈ ചെറിയൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് തീസിസ് എഴുതേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. പിന്നെ എന്താണ് ഒരു വിശദമായിട്ട് ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസിന് എങ്ങനെയാണ് തീസിസ് എഴുതേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ആൽഫയുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ വർഷം ബിൻസിസിസ്റ്റ് എടുത്ത ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കൂടാവുന്നതാണ്. Those who would like to attend the class for a detailed study on, you can attend the class from the website of last year class we have uploaded there. Sister Binsi had taken that class as methodology class. That also you can attend. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ, ഈ ചെറിയൊരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്.